വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണതയുള്ളവരാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2-3 ദിവസം മുമ്പ് ഒരു മോനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു, എനിക്കിതുവരെ ജോലി റെഡിയായില്ല, ആരോ മന്ത്രവാദം ചെയ്താണ് തോന്നുന്നു. എന്നിട്ട് അവൻ സംശയമുള്ള ഒരാളെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും അല്ല മോനെ, ദൈവത്തിൻ്റെ വലിയ പദ്ധതി നിന്നിൽ നിറവേറാനായിട്ടാണ്. നീ ജോലിയില്ലാതെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നിനക്ക് കർത്താവ് ജോലി തരും. കാരണം യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രയേൽ ഭവനത്തിൻ്റെ മേൽ ശൂദ്രവിദ്യ ഭരിക്കുകയില്ലെന്ന സംഖ്യയുടെ പുസ്തകത്തിൽ പറഞ്ഞുണ്ട്. നീ ഒന്ന് യാക്കോബായേ, നീ ഒന്ന് ഇസ്രയേലായേ, ഒരാഭിചാരവും നിനക്ക് കേൾക്കത്തില്ല. ചിലരിങ്ങനെ പറയാറുണ്ട്, എനിക്ക് വീടില്ല, കുറേ വർഷങ്ങളായിട്ട് വാടക വീട്ടില്ല, ജോലി അങ്ങോട്ട് ക്രമീകരിക്കപ്പെടുന്നില്ല, അടിക്കടി വലിയ രോഗങ്ങളിലൂടെ വലിയ സഹനങ്ങളിലൂടെ പോവുക. എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്ന ക്യാൻസറുള്ള, ട്യൂമറുള്ള, കിഡ്നി രോഗമുള്ള, ഹാർട്ട് പ്രശ്നമുള്ള, മാരക രോഗങ്ങളൊക്കെ ഉള്ളവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളെ കൂടുതലായിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കുന്നുണ്ട്, കൂടുതൽ തമ്പുരാൻ സ്നേഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, മനുഷ്യൻ്റെ ഏതൊരു വ്യക്തി എടുത്താലും എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. ചിലർക്കിങ്ങനെ കൂടുതലായിട്ട് കൊടുക്കും, മാരക രോഗങ്ങൾ കൊടുക്കും, വലിയ കടബാധ്യത കൊടുക്കും, വലിയ തകർച്ച കുടുംബ പ്രശ്നങ്ങളൊക്കെ കൊടുക്കും. നമ്മൾ തിരിച്ചറിയാൻ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതുകൊണ്ടോ തമ്പുരാൻ നമ്മളെ കൈവിടുന്നതുകൊണ്ടോ ഒന്നുമല്ല. ഇതൊരു പക്ഷേ ചിലർ ചോദിക്കാറുണ്ട്, ഒരു ശിഷ്യയാണെന്ന്. ഉറപ്പായിട്ട് ശിഷ്യയാണ്. എന്തിനു വേണ്ടിയാണ്? ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടുള്ള ശിഷ്യയാണ്, ഒത്തിരി തമ്പുരാൻ നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടുള്ളൊരു ശിഷ്യയാണ്. പ്രിയമുള്ളവരെ, അത് നമ്മൾ തിരിച്ചറിയണം. ഈ സഹനങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്ന് അൽഫോൻസാമ്മ പറഞ്ഞു, ഈ സഹനങ്ങൾ തന്ന് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ സഹനങ്ങളും വേദനകളും ഒക്കെ തന്നത് നമ്മളെ തമ്പുരാൻ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്നൊരു ശുശ്രൂഷകനുണ്ട്, ബൈക്കിൽ പോകുമ്പം വെറുതെ മെറ്റിലേക്ക് കയറി സ്ലിപ്പായി. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത വലിയ വിഷമത്തിലൂടെ പോവാം. എൻ്റെ ഉള്ളിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തമ്പുരാൻ തന്ന ചിന്ത, ആ വ്യക്തിയെ കൂടുതലൊക്കെ തമ്പുരാൻ സ്നേഹിക്കുന്നതാണ്. ആക്സിഡൻ്റായി കിടക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരി വേദനിക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയൊഴുക്കുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് വേദനകളുണ്ടെങ്കിൽ ആ മേഖലയുള്ള അനേകർക്ക് വേണ്ടി, രക്ഷങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ മാറ്റിമറിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് തന്ന ഉത്തരവാദിത്വം അതാണ്. നമ്മളിലൂടെ ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് വിഷമങ്ങൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ തീഷ്ണയുള്ളതിനാക്കാനാണ് വചനം പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മളിൽ എന്തെങ്കിലും തഴക്കദോഷമോ പാപങ്ങളുണ്ടെങ്കിൽ അനുദപിച്ച് തമ്പുരാനിലേക്ക് വരിക. കാരണം എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് മുമ്പ്, ഹൃദയത്തിന് മുമ്പ് തമ്പുരാൻ വന്നിക്കുക. ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുത്തേ, നമ്മൾ വാതിൽ തുറന്നുക, അവൻ ഉള്ളിലേക്ക് വരികയും നമ്മളോടൊപ്പം വസിക്കുകയും നമ്മുടെ ഉള്ളിലായിരിക്കുകയും ചെയ്യുമെന്നാണ് വചനം പറയുന്നത്. 20-ാം തിരുവചനത്തിൽ, വെളിപാടിൻ്റെ പുസ്തകം 3:20. അതുകൊണ്ട് തമ്പുരാനെ പ്രവേശിക്കാൻ തടസ്സമായിട്ട് എന്തെങ്കിലും ലോകത്തിൻ്റെ മോഹങ്ങളോ ജഡിക ആസക്തികളോ തിന്മയുടെ ബന്ധങ്ങളോ ഒക്കെ നമ്മളിലുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തമ്പുരാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അവൻ നമ്മുടെ ഹൃദയത്തിന് മുമ്പിൽ ഒന്ന് നീട്ടുക, ഒന്ന് തുറന്നു കൊണ്ട് തന്നെ, ഒന്ന് വാതിലൊന്ന് തുറന്നേ. ഹൃദയത്തിൻ്റെ വാതിലും പൊട്ടുന്ന തമ്പുരാന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഇടം കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നീ തന്ന വേദനകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം എന്നോടുള്ള വലിയ സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ലപ്പാ. ഇപ്പോഴും എനിക്കത് മനസ്സിലാകത് സ്വർഗത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ദൈവമേ. ഞാനത് ഗ്രഹിച്ചില്ല. എന്നാൽ ദൈവമേ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒറ്റപ്പെടലുകളും മറ്റുള്ളവരാൽ ഞാൻ തിരസ്കരിക്കപ്പെട്ടതും എല്ലാം ഈശോയെ നിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നുവെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുക. എല്ലാറ്റിനും ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നിലെ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച് അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ എൻ്റെ ഹൃദയ കവാടം ഞാനിപ്പോൾ തുറക്കുന്നു ദൈവമേ. നീ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ, എന്നിൽ വസിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.